കൊയ്ത് തീരാറായി. വിളവൊന്നും അത്ര മോശമല്ല. തെങ്ങുകൾ കുറച്ച് വാടിപ്പോയി. വെള്ളത്തിന്റെ പ്രശ്നം തീർന്നല്ലോ, ഇനി ശരിയാവും. ആ MLA പറഞ്ഞത് കേട്ടില്ലേ? മന്ത്രിയോട് പറഞ്ഞല്ല ഒത്തുതീർപ്പാക്കാമെന്ന്. MLA ഒത്തുതീർപ്പാക്കും, അവരുടെ വിശ്വാസം കണ്ട. ഏയ് മോളെ സൂക്ഷിച്ച്, ഇല്ലേ താഴെ വീഴും. അത് പ്രാവനുള്ളതാ. പോടാ കൂടെ പോടാ. എപ്പോ നോക്കിയാലും തിന്നോണ്ട്. രണ്ടെണ്ണടുത്ത് കഴിച്ചേനാ. കൊച്ചങ്ങൂന്നിനോട് കാര്യമൊക്കെ പറഞ്ഞ് ചുമതല അങ്ങോട്ട് ഏൽപ്പിക്കാം. നമസ്കാരം. അങ്ങുന്നിനെ കാണാനാ വന്നത്. നമ്മുടെ ദേവീക്ഷേത്രത്തില് 20 വർഷമായിട്ട് ഭരിക്കുന്നത് വലിയ വീട്ടുകാരാ. എല്ലാ വർഷവും ഉത്സവവും ആഘോഷങ്ങളൊക്കെ നടക്കുന്നതാ. അതിന്റെ കണക്കൊന്നും ഞങ്ങളാരും ഇതുവരെ ചോദിച്ചിട്ടില്ല, അവരും കാണിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ച ദൈവത്തെയാ അങ്ങേരെ ഏൽപ്പിച്ചത്. ഞങ്ങളുടെ വെള്ളം അങ്ങേര് തടഞ്ഞു വെച്ചില്ലേ, അതോടെ അങ്ങേരോടുള്ള ബഹുമാനവും പോയി. ഇനി അങ്ങോട്ട് മോൻ ആ ചുമതല ഏറ്റെടുക്കണം. അതെ അതെ അത് ശരി. നിങ്ങൾ ഈ പറയുന്ന പദവി തോളിടുന്ന സഞ്ചിയൊന്നുമല്ല, വലിയ ഭാണ്ഡ. അത് ചുമന്ന പാവപ്പെട്ടവന്റെ കഷ്ടത കാണാൻ കഴിയില്ല. അതാ ഞാനിതൊന്നും ആഗ്രഹിക്കാത്തത്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെ പറയരുത് മോനെ. മോൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടായത്. അതെന്നും നിലനിൽക്കണമെന്നാ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് MLA ആയിട്ടോ MP ആയിട്ടോ നിൽക്കാനൊന്നുമല്ല. ഇത് ഞങ്ങൾ അങ്ങേക്ക് തരാൻ തീരുമാനിച്ചൊരു സ്ഥാന. ശരിയാ. ആരെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച സംഭാവന തന്നാ മതി, ഉടനെ അത് വാങ്ങി അവനൊരു സ്ഥാനവും കൊടുക്കും. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചും വിടും. അവൻ നമ്മളെ റോഡിൽ ഉപേക്ഷിച്ച് പോയി കളയും. നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ. എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം. നിങ്ങളിൽ ഒരാളെ ജീവിക്കണം. പദവി മര്യാദയൊക്കെ തന്ന് ഒരിക്കലും എന്നെ മാറ്റി നിർത്തരുത്. ഇനിയല്ല അങ്ങയുടെ ഇഷ്ടം. ഞങ്ങൾ പോയിട്ട് വരും. മോളെ എന്തു പറ്റി മോളെ? എന്തിനാ കരയണേ? പറ മോളെ. ആരെങ്കിലും അടിച്ചോ? പറ മോളെ, എന്താ പറ്റിയത്? എന്തോ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ. എന്താ സംഭവിച്ചത്? അങ്ങനെ നമ്മുടെ ഗൗരി ആട്ടുംകുട്ടിയെ മേയ്ക്കാൻ പോയില്ലേ, ആ ആട്ടുംകുട്ടി സുകുമാരൻ മുതലാളിയുടെ തോട്ടത്തിലേക്ക് കയറിപ്പോയി. അതൊരു മിണ്ടാപ്രാണിയാണെന്ന് പോലും നോക്കാതെ സുകുമാരൻ മുതലാളിയുടെ അനിയൻ ദിവാകരൻ അതിനെ വെടിവെച്ച് കൊന്നങ്ങുന്നേ. ഒരു പക്ഷെ അത് ഉന്നം തെറ്റിയിട്ട് മോളുടെ മേത്തങ്ങാനും കൊള്ളുന്നു പോലും അവൻ ആലോചിച്ചതേ ഇല്ല. മോനെ, കൊച്ചങ്ങുന്നുണ്ടോ? ഒന്ന് വിളിക്കാമോ? ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണുക. അയ്യോ ചോര, കൊച്ചകുന്നേ. സാറേ, എന്തുണ്ടായി? പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാരിൽ നിന്ന് കൊടുത്ത അരി ഇവരെടുത്ത് മാർക്കറ്റ് മറച്ചു വിട്ടിട്ട് പുഴുവുള്ള അരിയാ ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് വലിയ വീട്ടുകാർ തരുന്നത്. എന്താ ഇത്? അദ്ദേഹം എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ആളുകളാ ഞങ്ങള്. നിങ്ങൾക്ക് എന്ത് പുണ്യം കിട്ടാനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ മൂക്കിന്റെ പാലും അടിച്ചു പൊളിച്ചു. നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് വരെയും അവർ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്താൽ മാത്രമേ ആവശ്യമുള്ളത് കിട്ടൂ. ചോദ്യം ചെയ്താൽ അടിക്കുമല്ലേ? അത് ഒരാൾ ചോദിച്ചാൽ അങ്ങനെയാ. നാട് മൊത്തം പോയി ചോദിച്ചാൽ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അരിയല്ലേ ആവശ്യമുള്ളത്? ചേട്ടാ, എന്തോ ഗോഡൌണിന് ആവശ്യമുള്ള അരി കൊടുത്തേക്ക്. ആ. ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആ ശരി. ഇതാ ആരാ അവനെ അടിച്ചത്? വലിയ വീട്ടിലെ ദിവാകരനാ. ആ സാരമില്ല, വാ പോവാം. ആ, അല്ലെങ്കിൽ തന്നെ നിൽക്കളിയില്ല. അതിന്റെ കൂടെ ഇതും കൂടെ. ചന്ദ്ര, അതെ, കാശ് പോകുന്നതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. സുകുമാരൻ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പ്രശ്നത്തിന്റെ വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുക. ഇവനും കൂടി വന്നതറിഞ്ഞാ ഇനി എന്താണോ സംഭവിക്കാന്ന് ആർക്കറിയാം. ശരി, ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. എന്താ അളിയൻ MLA ആയിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ടോ? അതോ എന്നെ തന്നെ നിർത്തുവോ? ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ? ഇതാ നോക്ക്, അവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നീയാണ് വിവരക്കേട് പറയുന്നത്. പോയി ജോലി നോക്ക്. കൊടുക്ക്, ശരിക്കും അങ്ങോട്ട് കൊടുക്ക്. ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അത് നാളെ കണ്ട് മനസ്സിലാക്കൂ. എന്താ ഞാൻ കിറുക്കനെ പോലെ എന്താ സംസാരിക്കുന്നതാണോ നീ നോക്കുന്നേ? ഓടാ, നാളെ കാണാ നേരിട്ട്. ഏയ്, നാളെ കാണാന്ന് പറഞ്ഞില്ല, പിന്നെന്താ നോക്കുന്നേ? ഓടാ. എന്താരും എന്നെ ബഹുമാനിക്കാത്ത? മെതിക്കടി, എന്താ വായി നോക്കി കണ്ടില്ല മനുഷ്യ. ഓ ശരി. ആ ശരി. ആ, എല്ലാരും വരിയായിട്ട് ഇറങ്ങ്. വേഗം ഇറങ്ങ്. വന്നാട്ടെ. എല്ലാരും ഇന്ന് വെളി പോയി ഭക്ഷണം കഴിക്കണ്ടാ. അകത്തുണ്ടാ ഭക്ഷണം.
ശരി ആ, വാ. നോക്കി നിൽക്കുന്നത് എല്ലാരും വേഗം വാ, വാ വന്നാട്ടെ. ജാതിക്ക് പോകാൻ ആളുണ്ടല്ലോ ഇങ്ങോട്ട് വാ വേഗം വാ വേഗം വാ എടാ എന്താ ഞാനേ ഓസിയ എന്റെ കൂടെ ഇത്തരം എന്താണോ ആലോചിക്കുന്നേ നിന്റെ മനസ്സിലുള്ളത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്നല്ലേ ഇപ്പൊ ആലോചിക്കുന്നേ ഏയ് ഇല്ലല്ലോ എനിക്ക് മനസ്സിലായടാ എന്റെ പെങ്ങടെ ഭർത്താവിനോട് വരാൻ പറയടാ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവ് ഇവിടെ ഓ എന്റെ അളിയനോട് വരാൻ പറയടാ അളിയനാ പോടാ ഇവനെന്താ വട്ടായ സോമരാജേ ദേ ഇങ്ങോട്ട് വാ. വന്ന്, ദേ വന്ന്. നമ്മൾ എത്ര കെഞ്ചി ചോദിച്ചാലും മയില് പീലി തരുമോ ആ, സിംഹം എന്താ പല്ലൂരി കൈ തരുമോ ആ, അത് വേണ്ട പുലി നഖം പിഴുതു തരുമോ ആ. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലേ അതൊക്കെ അത് കിട്ടും ശരിയാ ഇന്നത്തെ കാലത്ത് ആ. ചെറുക്കന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകുന്നത് മാന്യതയല്ല ഞാനെന്താ അന്യന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവള് ജീവിക്കാൻ പോകുന്ന വീടാ ആ. എന്റെ പെങ്ങളെ ഞാൻ തന്നെ കൊണ്ടുപോയി നിശ്ചയം ചെയ്ത് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത് അത് ശരിയാ അത് മാത്രമല്ല ആ. കല്യാണമാകുമ്പോ കത്തെഴുതി എല്ലാരും ക്ഷണിക്കണ്ടേ അളിയന്റെ ജോലിയല്ലേ അപ്പൊ കുറയുന്നേ പിന്നെ ജോത്സനാണെങ്കിൽ ഇന്ന് നല്ല ദിവസം എന്താ പറഞ്ഞേ അതുകൊണ്ട് ഉടനെ കാര്യം നടത്തിയേക്കാം അങ്ങനെ ചെയ്യാന്നേ ഏയ് പായ വിരിക്കടാ പായ വിരിക്കടാ വിരിക്കങ്ങോട്ട് പായാ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ എന്താടാ എത്ര നാളെ ഞാൻ കൂടെ ഉണ്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നിയല്ലോ എന്താ പുലമ്പുന്നത് പൊലമ്പലോ എന്ത് തമാശ പറയാ ആ വാതിക്കലേക്ക് നോക്ക് പട്ടുസാരിയും ചുറ്റി താമ്പൂലും എടുത്ത് അവിടെ പായം വരെ ചിരിപ്പുണ്ട് ആള് അമ്മേ എന്താ അല്ല പെണ്ണിന് സ്വർണ്ണമൊന്നും ഇല്ലല്ലോ സ്വർണം കൊടുത്ത് കല്യാണം നടത്തണമെന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ അതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതല്ലേന്നേ ആ, നമസ്കാരം ആ, നമസ്കാരം ആ ഇരിക്കും അളിയ അനിയത്തി 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 നമസ്കാരം. അളിയൻ കളിയൻ ഒന്ന് വരും ദാ വന്നു എന്നെ വിളിച്ചത് വേറൊന്നിനുമല്ല പെണ്ണിന് എന്ത് കൊടുക്കണമെന്ന് ഓ ചോദിച്ചാ ഓ ഇപ്പൊ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഞാനൊന്നും ചെയ്യാൻ പോണില്ല അങ്ങോട്ട് ചെല്ലു അതിനാണ് എല്ലാരും വന്നിരിക്കുന്നത് പോടാ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട പുള്ളിക്ക് കിട്ടിയ പങ്ക് നിങ്ങൾക്ക് ഓ തമാശ കളിക്കുക ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് വെറുതെ വിടുന്നത് ഇതോടെ നിർത്തിക്കോണം ഇതുപോലത്തെ പണി ഇനി എന്റെ അടുത്ത് കാണിച്ച ഷേപ്പ് മാറും മനസ്സിലായോ ശരി ശരി എന്തായാലും വന്നതല്ലേ കാപ്പിയും പലഹാരം കഴിച്ച് പോവാനുള്ള വഴി നോക്ക് ഒരു വാക്കുപോലും പറയാതെ പെണ്ണിനെയും കുട്ടി ഇങ്ങോട്ട് വന്നാൽ എന്താ അർത്ഥം നിങ്ങൾക്കൊന്നും തോന്നില്ലായിരിക്കും ആ പെണ്ണിന്റെ മനസ്സിന് എന്ത് വേദനയുണ്ടാവും അതിനെ പോയി പറഞ്ഞു മനസ്സിലാക്ക് ബാക്കിയെല്ലാം പിന്നെ സംസാരിക്കാം ആ ജോത്സരെ എന്റെ കൈ ഇതിലെ പോ തെറ്റ് തന്നെ വിട്ടേക്ക് അയക്കൊട്ടും ബുദ്ധിയില്ലാത്തതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്റെ യോഗം ഇങ്ങനെ ജീവിച്ചു തീർക്കാന് സാരമില്ല പോട്ടേച്ചി അല്ല മോനെ എന്നായാലും നീ ഒരു കല്യാണം കഴിക്കേണ്ടവനല്ലേ പിന്നെ നിനക്ക് ഇങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല ഈ പെണ്ണ് വേണമെന്നില്ല നീ ഇഷ്ടപ്പെടുന്ന ആരാണെന്ന് പറഞ്ഞ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ ഞാൻ എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്ന അറിയില്ലേ പിന്നെന്തിനാ കുറച്ചു ദിവസം എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് തനിച്ച് വിട്ടേക്ക് ടോർച്ചർ ചെയ്യാതെ ശരി പോട്ടെ മോനെ ശരി നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും പോരെ എടാ പണിയെല്ലാം വേഗം അവസാനിക്കില്ലേ ഇപ്പൊ തീരുന്നേ ബോംബെന്ന് മോള് വരുന്ന ദിവസാ ഈ ഫിനോലെക്സ് വയറ് നല്ല വയറാണോടാ അതിന് സംശയിക്കേ വേണ്ട ഫിനോലെക്സ് നമ്പർ 1 ആ വേഗം തീർക്ക് എടാ ഇവിടെ ഡാ. എവിടാ മണിമേഖല ഏ? എവിടാ അവള് നാട്ടിലേക്ക് എത്തിയിട്ടും തറവാട്ടി കയറാതെ വയലും വരമ്പും കാണാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക ആ മോള് മാത്രമല്ല പോയത് കൂടെ കുറെ പെൺപിള്ളേരും ഉണ്ടെന്ന് നമ്മുടെ നാട്ടിലെ പിള്ളേര് പെശക നാണം ചാത്താൻ. ദാ, പോ, പോ. ഹായ് ഏ, മോളു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ, ഏ? ഡാഡി? സുഖം തന്നെ മോളെ നീ എന്ത് പറയുന്നു നന്നായി പഠിക്കുന്നുണ്ടോ ശരിക്കും പഠിക്കുന്നുണ്ടോ ഇവള് പഠിപ്പിക്കില്ലാടിയാ. ഹായ് മുത്തശ്ശി ഓ എന്റെ പേരക്കുട്ടി വന്നു വാ 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 അയ്യോ എന്റെ ചക്കരെ ചക്കരെ ആ, സുഖാണോ മോളെ ദേ നിന്റെ അമ്മ വിളിക്കുന്നല്ലോ എന്താ മോളെ നീ ഇത്ര ക്ഷീണിച്ചു പോയത് അത് തോന്നതാ ആ നന്നായിരിക്കുന്നു ഇത്തവണ 1 മാസം കഴിഞ്ഞിട്ടേ പോന്നുള്ളൂ ഏയ് വെറുതെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ബോംബെ നിന്നുള്ള ഫ്രണ്ട്സ് ഒക്കെ വന്നതല്ലേ വേഗം ഭക്ഷണം വിളമ്പാൻ നോക്ക് ആ, എന്റെ കൂടെ ദേ, പഠിക്കുന്ന അതങ്ങനെ കുറെ ആകട്ടെ. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ഇവിടെ പോയവൻ ഡാ, വാ. ഇങ്ങോട്ട് വാടാ ദാ, വാടാ ഇത് നീ ഇട്ട് കഴിഞ്ഞില്ല ഇനി ഞാനല്ലേ ഇടേണ്ടത് നീയല്ല ഞാനാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ മഞ്ചാടി ഇവിടെ ഇട്ടപ്പോഴല്ലേ നിക്ക് തീർന്നത്. എന്തിനാടി വഴക്കുണ്ടാക്കുന്നേ അത് കല്യാണ പ്രായം ആയില്ലേ നിനക്കൊക്കെ ഈ മഞ്ചാടിക്കുരു കൊണ്ട് കളിക്കാൻ പോലും അറിയില്ല ഒന്ന് പോ മുത്തശ്ശി കല്യാണം കഴിച്ചിട്ട് മഞ്ചാടിക്കുരും കളിച്ചോണ്ടിരിക്കുവാണ് ആൾക്കാര് ആ, പിന്നെ വേറെ എന്ത് ചെയ്യണോന്നാ നിക്ക് ഞാൻ കാണിച്ചു തരാം ദാ, ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ എടുത്ത് ഓരോന്നിലും ഇങ്ങനെ അയ്യൻ ചെയ്യണം. ഏയ് 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യം ദിവാകരനോട് സംസാരിച്ചാൽ മതി ശരി MLA പോയി കണ്ടായിരുന്നു അയാൾ കേട്ടനോട് സംസാരിക്കണമെന്ന് ഇന്ന് രാത്രി അയാൾ ട്രിവാൻഡ്രം പോകും ആ വേറെന്തെങ്കിലും പറഞ്ഞോ
അല്ല എല്ലാം ഏട്ടനോട് കൈകാര്യം ചെയ്യാനാണ്. ഇറങ്ങടാ താഴെ. പറ, എല്ലാരും അറിയട്ടെ. പറ. ക്ഷമിക്കണം അങ്ങനെ, രക്ഷിക്കണം അങ്ങനെ. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ അരിയിൽ മരുന്നടിച്ചത്. അങ്ങനെ എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറ. അങ്ങനെ അങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ? കുട്ടികൾക്ക് കൊടുക്കേണ്ട അരിയാണെന്ന് അറിയില്ലേ? എന്തിനാ അത് ചെയ്ത്? ഒരു തലമുറയാ നീ ഇല്ലാതാക്കാൻ നോക്കിയത്. മനുഷ്യനാണോ നീ? അവറ്റകളുടെ ശാപം കിട്ടിയ നിന്റെ കുടുംബം ഉണ്ടാവും. പറ. നീയും മുലപ്പാൽ കുടിച്ചവനല്ലേ? വിഷമല്ലോ കുടിച്ചത്. എന്താണ് വീട്ടിൽ കയറുന്ന അനാവശ്യം പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അത് അതേപടിയേക്ക് വിശ്വസിക്കുക. നാളെ നിന്നെ പറ്റിയാണ് അവർ പറയുന്നതെങ്കിലോ? മിണ്ടരുത്. നമുക്കുള്ളിലെ പ്രശ്നം നമ്മൾ തന്നെ തീർക്കണം, മറ്റുള്ളവരെ കൊല്ലുകയല്ല. നീ എന്താ ആഗ്രഹിക്കുന്നത്? അവരെന്നെ കുറ്റക്കാരനാക്കണം, അതല്ലേ? അതിന് നാട്ടിൽ ഒരുത്തിനെങ്കിലും ജീവനോടെ ഇരിക്കണ്ടേ? എല്ലാവരെയും കൊന്നിട്ട് ശ്മശാനത്തിലെ നേതാവ് ചമയാനാ? ഏയ്, എന്നെ ഇല്ലാതാക്കാൻ നീ വിചാരിച്ച പറ്റില്ല. വീണ്ടും ഞാൻ പറയാ, ഞാൻ ജയിക്കാൻ ജനിച്ചവൻ. എന്നെ എതിർക്കുന്നവന്റെ നാശത്തിനൊപ്പം ഞാൻ വളരും. എന്റെ ജാതകം അങ്ങനെ. ഇനി ഒരു തവണ എന്താ മോളെ, എല്ലാം ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ച കല്യാണം ആകാത്തവർക്കൊക്കെ ഉടനെ കല്യാണം ആകും. ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. എടാ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിനക്കിതിൽ എന്താ കാര്യം? നിങ്ങൾ എല്ലാരും കൂടി എന്റെ വില കളയണത് കേട്ടാ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നടക്കുന്നത് എന്റെ പേഴ്സണാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. വേണമെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാൽ സൽമാൻ ഖാൻ, വലത്തോട്ട് തിരിഞ്ഞാൽ ഷാരൂഖ് ഖാൻ, മുമ്പോട്ട് നോക്കാം അംജദ് ഖാനാണോ? മിണ്ടായിട്ട് മുട്ടിയോ? അത് തന്നെ. ആരാ അവിടെ? ഞങ്ങളുടെയൊക്കെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞും ജനിച്ച് 2 വർഷം കഴിഞ്ഞിട്ടേ ഭർത്താവിന്റെ മുഖം കാണാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ കുഞ്ഞെങ്ങനെ ഉണ്ടായത് മുത്തശ്ശി? എന്തൊരു ചോദ്യമാ നീ ചോദിക്കുന്നേ? കുരുത്തക്കേട് പറയുന്നു. പെമ്പിള്ളാർക്ക് നാണമില്ലാണ്ടായ അവരവരുടെ ഇഷ്ടത്തിനൊത്ത് അഴിഞ്ഞാടി നടക്കാം. മീശയില്ലെന്നൊരു കുറവേ ഉള്ളൂ. അല്ല മുത്തശ്ശി, അവന്റെ നാടേതാ? എവന്റെ കാര്യമാ? അവൻ തന്നെ അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ, ചുവന്ന ഷോളിട്ട്. അവൻ എവിടുത്തുകാരനാ? അവനോ? എവിടുത്തുകാരനാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല സ്വഭാവമാ, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാ. ഏത് നാട്ടുകാരനായാലെന്താ? അവന്റെ അച്ഛനും അമ്മയും അവൻ അറിഞ്ഞു തന്നെയാ ജനാന്ന് പേരിട്ടിരിക്കുന്നത്. ജനങ്ങള് മുഴുവൻ അവന്റെ പുറകെ തന്നെയാ. വാ വാ. എവിടെ ആയിരുന്നു ഇത്ര നേരം? അയ്യോ, ഊരി കളയല്ലേ. ഇതൊന്ന് ഉടുത്തിട്ട് അഴിച്ചു കള. നിന്റെ നാടാണെന്ന് വിചാരിച്ചോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ കുളിക്കുന്നത്? അയ്യോ അല്ല മുത്തശ്ശി, ഇതുപോലും ഉണ്ടാവില്ല. കൊള്ളാവല്ലോ, അതിനു മുമ്പ് അവൾ അഴിച്ചു കളഞ്ഞോ? അല്ല മക്കളെ, എവിടുന്ന് കിട്ടി ഈ തുണി കഷ്ണം? ഇതെല്ലാം ഞങ്ങള് ഡിസൈൻ ചെയ്യുന്നതാ, അതല്ലേ ഞങ്ങള് പഠിക്കുന്നത്. ഇത് തുന്നാനാണോ പഠിക്കുന്നത്? ഇത് കേട്ടാ എന്തോ വലിയ മഹാകാര്യം ചെയ്ത പോലെ പറയുന്നത്. ഇതിലൊക്കെ എന്തോ പഠിക്കാനിരിക്കുന്നു. നല്ലൊരു ഷർട്ട് എടുത്തിട്ട് അതിന്റെ കൈയും കാലും ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാ മതിയല്ലോ. ഇതിനൊക്കെ ഒരു പഠിത്തവും വലിയ ഡിഗ്രികളും. എന്താ മുത്തശ്ശി എത്ര നിസാരാക്കിയത്? ഇത് കാണാൻ കുറച്ച് ഓക്വേർഡ് ആണെങ്കിലും അയ്യോ, നീ ഒന്നും വിശദീകരിക്കണ്ട. അതിന്റെ മുമ്പ് ഇരുന്ന് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. അയ്യോ മുത്തശ്ശി, ഇത് എന്ത് കംഫോർട്ടാന്നറിയോ? മുത്തശ്ശി, ഞാൻ വേണമെങ്കിൽ ഒരു നൈറ്റി തുന്നി തരാം, അതൊന്ന് ഇട്ട് നോക്ക്. പിന്നെ മുത്തശ്ശി ഒരിക്കലും സാരിയെ പറ്റി വിചാരിക്കേയില്ല.
പെണ്ണിന്റെ ഒരു വർത്തമാനം കേട്ടില്ലേ? നൈറ്റിയാണ് പോലും, നൈറ്റി. എടിയേ, സാരി എന്ന് പറയുന്നതേ ശരീരം മറയ്ക്കുന്ന തുണി മാത്രമല്ല, നമ്മുടെ നാടിന്റെ സംസ്കാരമാ. ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെയൊക്കെ തലയിൽ